നമസ്കാരം. റീജ ലേണിംഗ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ 30 ഡേയ്സ് ഹിന്ദി ചലഞ്ചിന്റെ 15ാം ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകളാണ്. വരൂ, പോകൂ, ഇരിക്കൂ എന്നിങ്ങനെ മറ്റുള്ളവരോട് പറയാ ഹിന്ദിയിൽ ഏത് വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മലയാളത്തിലും ഹിന്ദിയിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. വരൂ, ആയിയെ അല്ലെങ്കിൽ ആവോ. വരൂ, ആയിയെ, ആവോ. പോകൂ, जाइए, जावो. പോകൂ, जाइए, जावो. जाइए, ഇരിക്കൂ, बैठिए, बैठो. ഇരിക്കൂ, बैठिए, बैठो. ഇരിക്കൂ, बैठो. നിൽക്കൂ, रुकिए, रुको. നിൽക്കൂ, रुकिए അല്ലെങ്കിൽ रुको. നിൽക്കൂ. കഴിക്കൂ, खाइए, खाओ. കഴിക്കൂ, खाइए, खाओ. കുടിക്കൂ, पीजिए അല്ലെങ്കിൽ पियो. കുടിക്കൂ, पीजिए, पियो. കേൾക്കൂ, सुनिए അല്ലെങ്കിൽ सुनो. കേൾക്കൂ, सुनिए, सुनो. കേൾക്കൂ. പറയൂ, बोलिए, बोलो. बोलिए, बोलो. പറയൂ. മനസ്സിലാവുന്നുണ്ട്? ആവോ എന്നുള്ളത് നമ്മള് നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായത്തിൽ ചെറിയവരോടോ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. ആവോ, വരൂ എന്നുള്ളത്. അതുപോലെ ആയിയെ, വന്നാലും ഇത് നമ്മൾ ബഹുമാനത്തോട് സംസാരിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അച്ഛൻ, അമ്മ, അധ്യാപകർ അല്ലെങ്കിൽ അപരിചിതർ നമ്മൾ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ആയിയെ. ഇവിടെ വരൂ, യഹാം ആവോ. യഹാം ആവോ, ഇവിടെ വരൂ. അവിടെ പോകൂ, വഹാം ജാവോ. വഹാം ജാവോ, അവിടെ പോകൂ. ഇവിടെ ഇരിക്കൂ, യഹാം ബൈഠോ. യഹാം ബൈഠോ, ഇവിടെ ഇരിക്കൂ. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യും. എന്റെ കാര്യം കേൾക്കൂ, മേരി ബാത് സുനോ. മേരി ബാത് സുനോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഉദ്ദേശിക്കുന്നത്. മേരി ബാത് സുനോ, എന്റെ കാര്യം കേൾക്കൂ. അകത്തേക്ക് വരൂ, സാധാരണ നമ്മൾ പറയും അന്തർ ആവോ. ബഹുമാനത്തോടെ പറയാനെങ്ങനെ ഉപയോഗിക്കുന്നു? അന്തർ ആയിയെ. അന്തർ ആയിയെ, റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാം. ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ അന്തർ ആവോ പറയാ. ഇവിടെ ഇരിക്കൂ, സാധാരണ എങ്ങനെ പറയും? യഹാം ബൈഠോ. യഹാം ബൈഠോ. അതുപോലെ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാം. യഹാം ബൈഠിയേ. യഹാം ബൈഠിയേ, ഇവിടെ ഇരുന്നാലും നമ്മൾ പറയും. നമ്മൾ ആപ്പ് എന്ന് ഉപയോഗിക്കുമ്പോഴാണ് എപ്പോഴും ഇയെ എന്നുള്ള ചേർക്കുന്നത്. ആയിയെ, ജായിയെ, അതെങ്ങനെ ആപ്പ് വരുമ്പോഴാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ആപ്പ് അന്തർ ആയിയെ, താങ്കൾ അകത്തേക്ക് വന്നാലും അല്ലെങ്കിൽ വരൂ. ആപ്പ് അന്തർ ആയിയെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബഹുമാനത്തോടെയും അല്ലാതെയും എങ്ങനെയാണ് ആക്ഷൻ വെർബ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ആവോ എന്നും ആയി എന്നുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.